നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 2 ആയിട്ടുള്ള ഗാന്ധിയൻ ലീഡർഷിപ്പ് ആൻഡ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത്. അതിലെ മെയിൻ പോയിന്റുകളും ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് എസ്സേ ആയിട്ട് എഴുതാനുള്ള എക്സാംസിനൊക്കെ വരുമ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഗാന്ധിയൻ ലീഡർഷിപ്പ് ആൻഡ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്നുള്ളതാണ്. അതിനു മുന്നേ പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഗാന്ധിജി എങ്ങനെയാണ് ഒരു നാഷണൽ മൂവ്മെന്റ്സിനൊക്കെ കൊണ്ടുവന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ സമയത്താണ് അവിടെ ഫ്രീഡം സ്ട്രഗിളിന് നമ്മൾ ഒരു പുതിയ ഒരു എന്താ പറയുക ന്യൂ മോറൽ ഡയറക്ഷൻ നൽകാൻ അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിന്റെ മെയിൻ എംഫസൈസ് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ മെയിനായിട്ട് എംഫസൈസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു സത്യം, ട്രൂത്ത് എന്നുള്ളതും നോൺ വയലൻസ്, അഹിംസ എന്നുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ അദ്ദേഹം എംഫസൈസ് ചെയ്തിരുന്നു. അത് ശ്രദ്ധിക്കുക. പിന്നീട് സാധാരണ ജനങ്ങളെ ലൈക്ക് ഫാർമേഴ്സിനെ അതുപോലെ സ്റ്റുഡൻസിനെ വുമൻസിനെ ഒക്കെ ആ ഒരു മൂവ്മെന്റ്സിൽ പൊളിറ്റിക്കലിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തുടങ്ങി. അതായത് ഒരു മാസ് മൊബിലൈസേഷൻ സ്ട്രാറ്റജി അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. സാധാരണ ജനങ്ങളിലേക്കാണ് അത് കൊണ്ടുപോയതും. അതായത് ഒരു മൂവ്മെന്റ്സിലേക്ക് വരുമ്പോൾ ആ ഒരു സാധാരണക്കാരുടെ കൊണ്ടുവരുമ്പോൾ അതിന് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടാവുകയും ഒരു മാസ് മൊബിലൈസേഷൻ സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പം അത് ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഗാന്ധി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സിൽ റേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ആ ഒരു 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രീഡം സ്ട്രഗിൾസിന് ഒരു പുതിയ ഡയറക്ഷൻ നൽകാൻ അദ്ദേഹം തുടങ്ങി. മോറൽ ഡയറക്ഷൻ കൊണ്ടുവരാൻ തുടങ്ങി. അതുപോലെ തന്നെ കൂടുതൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ എംഫസൈസ് ചെയ്തിട്ടുള്ള കാര്യം ട്രൂത്ത്, സത്യം, അതുപോലെ തന്നെ അഹിംസ, നോൺ വയലൻസും ആയിരുന്നു. കൂടാതെ സാധാരണ ജനങ്ങളെ, ഫാർമേഴ്സിനെയും കർഷകരെയും സ്ത്രീകളെയും അതുപോലെ തന്നെ കൂടുതൽ സ്റ്റുഡൻസിനെയൊക്കെയാണ് അദ്ദേഹം ആ ഒരു മൂവ്മെന്റ്സിലൊക്കെ കൊണ്ടുവരാൻ, പൊളിറ്റിക്കൽ കൊണ്ടുവരാൻ നോക്കി. അതൊരു മാസ് മൊബിലൈസേഷൻ സ്ട്രാറ്റജിയാണ് അദ്ദേഹം അവിടെ യൂസ് ചെയ്തത് എന്നുള്ളത്. അടുത്ത പോയിന്റാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് നടന്ന വർഷം 1917 1970s. ഇത് ഇന്ത്യയിലെ ഒരു വലിയ സത്യാഗ്രഹമായിരുന്നു ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളത്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇൻഡിഗോ കർഷകരുടെ ഒരു ദുരവസ്ഥയാണ്. അതിന് കാരണം ഇൻഡിഗോ കർഷകരുടെ ഒരു ദുരവസ്ഥയാണ്. അതായത് ബ്രിട്ടീഷ് ഇൻഡിഗോ പ്ലാന്റേഴ്സ് കർഷകരെ ഒരു സിസ്റ്റം, അതായത് ആ സിസ്റ്റത്തിന്റെ പേരാണ് ടിങ്കാത്തിയ സിസ്റ്റം എന്നുള്ളൊരു ക്രൂരമായ രീതിയിൽ കർഷകരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതില് കർഷകരുടെ ഭൂമി നിർബന്ധമായിട്ടും ഒരു ഇൻഡിഗോ കൃഷി ചെയ്യണം എന്നുള്ളതായിരുന്നു അതില് വന്നിരുന്നൊരു കാര്യം. ബ്രിട്ടീഷുകാര് കർഷകരെ അങ്ങനെ ചൂഷണം ചെയ്യുകയാണ്. അവരുടെ ഭൂരിഭാഗം ഭൂമിയും ഈ ഒരു ഇൻഡിഗോ കൃഷി ചെയ്യാനായിട്ട് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു. അത് ടിക്കാത്തിയ സിസ്റ്റം എന്നാണ്. ഒരു ക്രൂരമായ രീതിയിൽ അത് ചൂഷണം ചെയ്തു ഫാർമേഴ്സിനെ. അതില് കുറഞ്ഞ വിലയാണ് കൊടുക്കുക, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ടാക്സ്, ഉയർന്ന നികുതി കൊടുക്കേണ്ടി വന്നു എന്നിവയൊക്കെ കർഷകരെ അത് അടിച്ചമർത്തുകയായിരുന്നു. അത് കർഷകരെ അതിദാരിദ്ര്യത്തിലേക്കാണ് എത്തിച്ചത്. അതാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. 1917 ഉണ്ടായി. ഇതിൽ മെയിനായിട്ടെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇൻഡിഗോ പ്ലാന്റേഴ്സിനെ, കർഷകരെ എന്താ പറഞ്ഞ ടിക്കാത്തിയ സിസ്റ്റം എന്നുള്ളൊരു ക്രൂരമായിട്ടുള്ള ഒരു രീതിയിൽ അവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഇതിൽ അവരുടെ ആ ഭൂമിയിൽ ഭൂരിഭാഗവും ഇൻഡിഗോ കൃഷി ചെയ്തിരിക്കണം എന്നുള്ളതായിരുന്നു. അതിൽ കുറഞ്ഞ രീതിയിലാണ് അവർക്ക് വില കൊടുത്തിരുന്നത്, കുറഞ്ഞ വിലയിലും. അതുപോലെ തന്നെ അധികമായിട്ടുള്ള ടാക്സ്, നികുതി, വളരെ കൂടുതൽ നികുതി അവർ അടക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അത് ദാരിദ്ര്യത്തിലേക്ക് എത്തി ഈ ഒരു കർഷകർ. അങ്ങനെ ആ സമയത്താണ് ഗാന്ധിജി അതിൽ ഇടപെടൽ നടത്തിയതും. ആ സമയത്ത് ഗാന്ധിജി കർഷകരുടെ അഭ്യർത്ഥനയിൽ നിന്ന് ഗാന്ധിജി ചമ്പാരനിലെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് ഉണ്ടായത്. അതിൽ ഓരോ കർഷകരുടെയും വീടുകളിലെത്തി അദ്ദേഹം അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം അദ്ദേഹം ചെയ്തത് ബ്രിട്ടീഷുകാരുമായിട്ടൊരു സംഭാഷണം നടത്തുകയും അതിൽ വളരെ അഹിംസാപരമായിട്ടൊരു സമ്മർദ്ദം ചെലുത്തി.
വയലൻസ് ഒന്നും ഉണ്ടാക്കിയില്ല, നോൺ വയലൻസ് ആയിട്ടുള്ള രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം അവിടെ ഗാന്ധിജിയുടെ ഇടപെടൽ കൊണ്ട് അവരുമായിട്ട് സംസാരിക്കുകയും അഹിംസാപരമായിട്ടുള്ളൊരു ഇടപെടൽ, സമ്മർദ്ദമൊക്കെ ചെലുത്താനും സാധിച്ചു. അതിന്റെ ഫലമായിട്ട് ആ ഒരു ടികാതിയ സിസ്റ്റം അവിടെ നിർത്തലാക്കുകയും അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഗാന്ധിജി ഒരു വലിയ വിശ്വസനീയനായ ഒരു ലീഡറായി, ഒരു നേതാവായി മാറുകയും ചെയ്തു. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തിന് ഒരു വലിയ റോളുണ്ട്. ഗാന്ധിജിയുടെ ആ ഒരു ദേശീയ തലത്തിൽ ഒരു വിശ്വസനീയമായ നേതാവ് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേരാൻ അത് വലുതായിട്ട് സഹായിച്ചു എന്നുള്ളത് വലിയൊരു പോയിന്റാണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ചമ്പാരൻ സത്യാഗ്രഹം 1917 1970s സിമ്പിളായിട്ട് ആലോചിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാര് അവരുടെ കർഷകരെ വല്ലാതെ ചൂഷണം ചെയ്യുകയും ആ ഒരു ഗാന്ധിയ സിസ്റ്റം എന്നുള്ളത് അത് ക്രൂരമായി അവരെ ചൂഷണം ചെയ്യുന്നതിനും അവർക്ക് അവരുടെ ഭൂമിയിൽ ഭൂരിഭാഗവും ഈ ഒരു ഇൻഡിഗോ കൃഷി ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലും അവർ കൊണ്ടുവരികയും ഉയർന്ന രീതിയിൽ നികുതി ഈടാക്കുകയും വളരെ കുറഞ്ഞ വില കൊടുക്കുകയും ഒക്കെ കൃഷിക്കാരെ വളരെയേറെ ദാരിദ്ര്യത്തിലെത്തിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഗാന്ധിജിയുടെ ഇടപെടൽ ഉണ്ടാവുകയും അവർ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് എല്ലാ കർഷകരുടെയും ഒക്കെ അഭിപ്രായങ്ങളും മറ്റും പ്രശ്നങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും പിന്നീട് അത് ബ്രിട്ടീഷുകാരുമായിട്ടൊരു ചർച്ചയിലേക്ക്, സംഭാഷണത്തിലേക്ക് എത്തുകയും അങ്ങനെ അതിന്റെ ഒരു അഹിംസാപരമായിട്ട് ആ ഒരു സമ്മർദ്ദം വല്ലാതെ ചെലുത്തുകയും അതിന്റെ ഫലമായിട്ട് ആ ഒരു ടികാതിയ സിസ്റ്റം അദ്ദേഹം അവിടുന്ന് റദ്ദാക്കാനും സഹായിച്ചു. അങ്ങനെ ഒരു ദേശീയ തലത്തിൽ ഒരു നല്ല വിശ്വസനീയനായ ഒരു നേതാവായിട്ട് മാറ്റാൻ ഈ ഒരു സമരം, ഈ ഒരു സത്യാഗ്രഹം സഹായിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത മറ്റൊരു സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അതുണ്ടായത് 1980s 1918 അതില് പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ മറ്റിടത്തൊരു കർഷകരുടെ പ്രശ്നമായിരുന്നു അല്ലെ, ഇൻഡിഗോ കൃഷി നടത്തണമെന്നുള്ളത്. ഇവിടെ വരുന്നത് മിൽ തൊഴിലാളികൾ ഒരു വേജ് ഇൻക്രീസ് ആവശ്യപ്പെട്ടു, അവരുടെ വേജ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് എന്ത് ചെയ്തു, ഉടമസ്ഥരുടെ അടുത്ത് നിരസിക്കുകയാണ് ചെയ്തത്. അഹമ്മദാബാദിലെ മില്ലിലെ ജീവനക്കാർ അവരുടെ വേതനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കും, പക്ഷെ അത് ഉടമസ്ഥരത് നിരസിച്ചു, അവർക്ക് പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി അവിടെ ഒരു മധ്യസ്ഥനായിട്ട് വരികയാണ് അഹമ്മദാബാദ് മിൽ സമരത്തില്. അപ്പൊ അദ്ദേഹം സംഭാഷണമൊക്കെ നടത്തുകയും പക്ഷെ അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, തൊഴിലാളികളുടെ ഒരു പീസ്ഫുൾ സ്ട്രൈക്കിലേക്ക്, അഹിംസ തരത്തിലായിട്ട് ഒരു സ്ട്രൈക്കിലേക്ക് അദ്ദേഹം നയിച്ചു. അങ്ങനെ അവസാനം അതൊരു വളരെ മരണം വരെ സമരം ചെയ്യുമെന്നുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എത്തുകയും പക്ഷെ അതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്, തൊഴിലാളികൾക്ക് അങ്ങനെ വേതന വർധനവുണ്ടാകുകയും അങ്ങനെ കുറച്ചുകൂടി ഗാന്ധിജിയുടെ മോറൽ ലീഡർഷിപ്പ് കുറച്ചുകൂടി ഒരു ശക്തമാവുകയും അഹമ്മദാബാദിൽ സമരം 1918 ആ ഒരു സമരം കൂടി അത് കൂടുതൽ ശക്തമായി, ലീഡർഷിപ്പ് എന്നുള്ളത് മോറൽ ലീഡർഷിപ്പ് കൂടുതൽ ശക്തമായി. അപ്പൊ ആദ്യത്തേത് നമ്മളുടെ ചമ്പാരൻ സത്യാഗ്രഹം, അതിനുശേഷമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഇത് രണ്ടും ആലോചിക്കുക. ഈ രണ്ടും അദ്ദേഹത്തിനെ ഒരു ലീഡർഷിപ്പ് എന്നുള്ള ഒരു വിശ്വസനീയനായ ഒരു നേതാവ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. നെക്സ്റ്റ് ഖേദ സത്യാഗ്രഹം. ഈ ഒരു ഖേദ സത്യാഗ്രഹവും 1918 തന്നെയാണ് നടന്നത്. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാല് വിള ഉണ്ടാകുമല്ലോ, ഓരോ കർഷകരുടെ ആ വിള അത് വറ്റി, അങ്ങനെ ഒരു കാരണം കൊണ്ട് അവർക്ക് നികുതി അടയ്ക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് അവർക്ക് വേണ്ട വില കിട്ടാതെ ആവുകയും അതുകൊണ്ട് തന്നെ അവർക്ക് നികുതി അടയ്ക്കാൻ പറ്റാതെ വന്നു. അപ്പൊ അതില് അവരോട് പറഞ്ഞു, ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, നികുതിയിൽ ഒന്ന് ഒഴിവാക്കാനൊക്കെ പറഞ്ഞു. കാരണം അവർക്ക് നികുതി അടയ്ക്കാനുള്ള പണം ലഭ്യമായില്ല. അപ്പൊ ബ്രിട്ടീഷുകാർ അതെന്ത് ചെയ്തു, നികുതി ഒഴിവാക്കാൻ പറ്റില്ല, തയ്യാറല്ല എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തി. അപ്പൊ ആ സമയത്ത് ഗാന്ധിജിയുമായിട്ട് അതുപോലെ തന്നെ സർദാർ പട്ടേലും ഒക്കെ അവിടെ വരികയും കർഷക നികുതി എന്നത് നികുതി അടയ്ക്കാത്ത ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സമരം നടത്തി. അത് അഹിംസാപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ തന്നെയായിരുന്നു കേട്ടോ, ഒരിക്കലും ഒരു വയലൻസ് രീതിയിലായിരുന്നില്ല, അഹിംസാപരമായിട്ട് നോൺ വയലൻസ് രീതിയിൽ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് നികുതി ശേഖരണം അവിടെ നികുതി അടയ്ക്കേണ്ട എന്നുള്ളത് അവിടെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പൊ അതായിരുന്നു ഖേദ സത്യാഗ്രഹം 1918. പ്രശ്നം ഇതായിരുന്നു, കർഷകർക്ക് അവരുടെ വിളയെല്ലാം നശിച്ചതുകൊണ്ട് അവർക്ക് നികുതി അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ നികുതി അടച്ചേ പറ്റുകയുള്ളൂ, നികുതി ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഗാന്ധിജിയും സർദാർ പട്ടേലും അവിടെ വരികയും അവിടെ നമുക്ക് നികുതി ഒഴിവാക്കാൻ പറ്റാതെ അടയ്ക്കാത്ത
എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം ചെയ്യുകയും അങ്ങനെ അഹിംസാപരമായ ഒരു കൂട്ടായ്മയിലൂടെ അതിന്റെ ഫലം കണ്ടത് എങ്ങനെയാണ്, ആ ഒരു നികുതി ശേഖരിക്കാതിരിക്കാൻ അവിടെ നിർത്തിവെക്കാനും ഉണ്ടായി. അതാണ് മറ്റൊരു അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലേക്ക് എത്തിയ മറ്റൊരു സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗാന്ധിയൻ നേതൃത്വത്തിന്റെ ഒരു സവിശേഷതകൾ. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസ്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അതിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം. അദ്ദേഹം എപ്പോഴും ഒരു പ്രശ്നപരിഹാരം സംഭാഷണത്തിലൂടെ ഒരു മധ്യസ്ഥ തലത്തിലൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു വഴികളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ അഹിംസയുടെ ഒരു കേന്ദ്രമായിരുന്നു, അഹിംസ മൂവ്മെന്റ്സ് ആയിരുന്നു അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ. നോൺ വയലൻസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റ്സ് എല്ലാം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഒരു സത്യാഗ്രഹ രീതിയായിരുന്നു, മോറൽ ഒരു റെസിസ്റ്റൻസ് തന്നെയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഒരു മറ്റൊരു രീതിയിലും അദ്ദേഹം സമരത്തിന് അനുകൂലിച്ചിരുന്നില്ല. സത്യാഗ്രഹ സമരങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ, കർഷകരെ, അതുപോലെ തന്നെ സ്ത്രീകളെ, കുട്ടികളെയൊക്കെ ഈ ഒരു സ്ട്രഗിളിലേക്ക്, ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ്സിലും സ്ട്രഗിൾസിലേക്കൊക്കെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ആ ഒരു സമരം കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ അത് ഇടയായി എന്നുള്ളതാണ്. അപ്പൊ ആലോചിക്കുക, ഗാന്ധിയൻ നേതൃത്വത്തിന്റെ സവിശേഷതകൾ, ലീഡർഷിപ്പിന്റെ സവിശേഷതകൾ ഇതൊക്കെയാണ്. അദ്ദേഹം എന്താണ് കൂടുതൽ മധ്യസ്ഥത വഴിയും അതുപോലെ തന്നെ സംഭാഷണങ്ങളും ആദ്യം നടത്തിയിട്ടാണ് ആ ഒരു പ്രശ്നപരിഹാരത്തിന് ആദ്യം നോക്കുന്നത്. അതിനുശേഷം അഹിംസാപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ്സിന്റെ അഹിംസകൾ മാത്രമായിരുന്നു അവിടെ മൂവ്മെന്റ്സിൽ കേന്ദ്രം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ടും സാധാരണ ജനങ്ങളെ, സ്ത്രീകളെയും കർഷകരെയൊക്കെ ഈ സ്ട്രഗിളിലേക്ക് പങ്കെടുപ്പിച്ചു, അവരെ കൂടി കൂട്ടിച്ചേർത്തു. പിന്നെ അതുപോലെ തന്നെ സത്യാഗ്രഹമായിരുന്നു ഒരു മോറലായിട്ടുള്ള റെസിസ്റ്റൻസിന്റെ രീതി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. സത്യാഗ്രഹം മാത്രമായിട്ടുണ്ടായിരുന്നു, നോൺ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. സത്യാഗ്രഹത്തിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ കൂടുതലും സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കൂടുതൽ നല്ല നോൺ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സമാധാനപരമായിട്ടുള്ള മാർച്ചുകൾ, അതുപോലെ തന്നെ ബഹിഷ്കരണങ്ങൾ, അത് ചെയ്യില്ല എന്ന് പറയുന്നു. നികുതി അടയ്ക്കാൻ, ഇപ്പൊ നികുതി അടയ്ക്കണം എന്ന് പറയുമ്പോൾ നികുതി അടയ്ക്കാതിരിക്കുന്നു. കൂടാതെ ഉപവാസങ്ങൾ, സത്യാഗ്രഹം ചെയ്യുക, ഉപവാസ സമരങ്ങൾ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ള രീതികളിലൊക്കെയായിരുന്നു. ഈ ഒരു രീതിയായിരുന്നു സത്യാഗ്രഹത്തിന്റെ, ആ ഒരു പ്രക്ഷോഭത്തിന്റെ രീതികൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും വയലൻസ് ആയിട്ടുള്ള താല്പര്യമല്ല, സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ, സമാധാനപരമായ മാർച്ചുകൾ, ഉപവാസം ചെയ്യുന്നു, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ബഹിഷ്കരിക്കുന്നു, നികുതി അടയ്ക്കാതിരിക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെയായിരുന്നു സത്യാഗ്രഹത്തിന്റെ രീതികൾ, പ്രധാന രീതികൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സത്യാഗ്രഹമായിരുന്നു റൌലറ്റ് സത്യാഗ്രഹം എന്നുള്ളത്. അത് നടന്ന വർഷം 1919 ഈ റൌലറ്റ് ആക്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വിചാരണ ഇല്ലാതെ തന്നെ ബ്രിട്ടീഷ് അധികാരികൾക്ക് അവരെ ആരെയും അറസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ആക്ടായിരുന്നു ഈ റൌലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മളെ രാജ്യത്തൊട്ടാകെ ഗാന്ധിജി അത് ഈ ഒരു സ്ട്രൈക്കിനും അതുപോലെ തന്നെ അത് ഹർത്താലിനുമൊക്കെ ഇതിനെതിരെ ഹർത്താലിനൊക്കെ വിളിച്ചു. ഒരു സ്ട്രൈക്ക് ഉണ്ടാവുകയും രാജ്യത്തുടനീളം അതൊരു സ്ട്രൈക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഹർത്താലും ഒക്കെ കൂടുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്കവിടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാവുകയും, അതായത് സമാധാനപരമായിട്ട് ഒരു കൂട്ടത്തെ പെട്ടെന്ന് ജനറൽ ഡയർ അവിടെ വെടിവെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്രകോപനമൊന്നും ഇല്ലാതിരുന്ന സമാധാനപരമായി ചെയ്തിരുന്ന ആൾക്കാരെ, ഒരു കൂട്ടത്തെ പെട്ടെന്ന് ജനറൽ ഡയർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അത് വലിയൊരു ഇന്ത്യയിലെ ആൾക്കാരെ വലുതായിട്ടൊന്ന് നടുക്കി, ജനങ്ങളെ ഒക്കെ അത് നടക്കി. അപ്പം കൂടുതലായിട്ട് ബ്രിട്ടീഷുകാരുടെ ആ ഒരു റൂൾസൊക്കെ, ഒരു ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ആ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു റൂൾസ് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് ക്രൂരത തെളിയുകയാണ് ചെയ്തത്. അങ്ങനെ അതിനുശേഷം നമ്മളെന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചു. അതൊരു 1919-20 കാലഘട്ടത്തിലായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒട്ടോമൻ കലിഫറ്റിനെ കുറിച്ചുള്ള ഒരു ബ്രിട്ടീഷ് നടപടികൾ, മുസ്ലിം സമൂഹം അതിനെ പ്രതിഷേധിച്ചു. അപ്പൊ ആ സമയത്ത് ഗാന്ധിജി ഈ ഒരു പ്രസ്ഥാനം സപ്പോർട്ട് ചെയ്യാണ്, പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതിൽ ഹിന്ദു മുസ്ലിം ഐക്യം കൂടുതൽ വർദ്ധിപ്പിച്ചു.
ഗാന്ധിജി അതിൽ ഈ ഒരു പ്രസ്ഥാനത്തെ പിന്തുണച്ചപ്പോൾ അത് ഹിന്ദു മുസ്ലിം ഐക്യം കൂടുതലായിട്ട് വർദ്ധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ രാജ്യത്തൊന്നാകെ ആ ഒരു ഐക്യത്തിന് ഒരു ആധാരം ഉണ്ടാവുകയും ചെയ്തു. അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തും കൊണ്ട് നമുക്ക് ഉണ്ടായ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒട്ടോമൻ ഖലീഫയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ബ്രിട്ടീഷ് നടപടി മുസ്ലിം സമൂഹം അത് പാടെ പ്രതിഷേധിച്ചു. അതിൽ ഗാന്ധിജി തന്നെ അതിലൊരു വലിയൊരു ഈ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ രാജ്യത്തുണ്ടായിരുന്ന മുസ്ലിം സമുദായക്കാരുടെയും ഹിന്ദു സമുദായക്കാരുടെയും ഒരു ഐക്യം വർദ്ധിപ്പിക്കാനും അത് രാജ്യവ്യാപകമാക്കി ഐക്യത്തോടു കൂടി അതിന് ഐക്യമുണ്ടാവാനും ഒരു ആധാരമുണ്ടായി ഈ ഖിലാഫത്ത് പ്രസ്ഥാനം കൊണ്ട്. അത് മനസ്സിലാക്കുക. പിന്നീടുള്ള മറ്റൊരു സമരമാണ് അസഹകരണ സമരം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അത് 1920-22 കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു അസഹകരണ സമരം ഉണ്ടായത്. ഇത് ആഹ്വാനം ചെയ്ത് എന്താന്ന് വെച്ചാൽ ഗാന്ധിജി ജനങ്ങളെ ഒരു ബ്രിട്ടീഷ് റൂൾസിനെതിരെ അവര് സഹകരിക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. ബ്രിട്ടീഷ് റൂൾസ് ഒരുപാടുണ്ട് അല്ലെ, അതിനെതിരെ സഹകരിക്കരുത് എന്നുള്ള രീതിയിൽ ഗാന്ധിജി അറിയിച്ചു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. അതുപോലെ ബ്രിട്ടീഷ് സ്കൂളുകള്, കോടതികൾ ഇതൊക്കെ ബഹിഷ്കരിക്കൂ. അതുപോലെ തന്നെ സർക്കാർ ജോലി ഉണ്ടാവുമല്ലോ, ആ സർക്കാർ ജോലിയിൽ നിന്നൊക്കെ പിന്മാറുക. സ്വദേശികളെ നമ്മുടെ നാട്ടിലുള്ളവരെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ട് ചർക്കയും ഖാദിയും ഒക്കെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചു. സിമ്പിളായിട്ട് ചിന്തിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും ബ്രിട്ടീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ സഹകരിക്കാതിരിക്കുകയും അതൊക്കെ ഉപേക്ഷിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഈ ഒരു അസഹകരണ സമരം എന്നുള്ളത്. അത് 1920-22 കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആ വേർഡിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഗാന്ധിജി അത് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും അതിൽ സഹകരിക്കരുത് എന്നുള്ള രീതിയിൽ പോവുകയും ചെയ്തു. അങ്ങനെ അതൊരു എല്ലാ സ്ത്രീകളും അതുപോലെ തന്നെ കർഷകരും തൊഴിലാളികളും ഒക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇനി അതിന്റെ ഭാഗമായിട്ടാണ് ചൗരി ചൗറ സംഭവം 1922. അതായത് നമ്മൾ ആ സമയത്ത് പ്രതിഷേധക്കാര് ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും അതിൽ 22ഓളം ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഉടനെ ആ ഒരു സമരം ഗാന്ധിജി പിൻവലിക്കുകയാണ്. അഹിംസയാണ് പ്രധാന നിയമം എന്നുള്ളത്. ഒരു സമരക്കാര് ആ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിച്ച് 22ഓളം ആൾക്കാരെ കൊന്നു എന്ന് പറയുമ്പോൾ ഗാന്ധിജി ഉടനെ ആ ഒരു സമരം പിൻവലിക്കുകയും അഹിംസ മാത്രമാണ് പ്രധാന നിയമം. അദ്ദേഹം അത്രയും നാളെ കൊണ്ടു നടന്നിരുന്ന അഹിംസാ സമരം മാത്രമായിരുന്നു. അപ്പൊ അത് മാത്രമാണ് ആ ഒരു പ്രധാന നിയമം എന്നുള്ളത് അവിടെ പറയും. പ്രഥമ നിയമം എന്നുള്ളത് അദ്ദേഹം പറയുകയും അവിടെ ചെയ്തു. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 1930-31 കാലഘട്ടത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. അതിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സമരമായിരുന്നു സിവിൽ ഒബീഡിയൻസിന്റെ മൂവ്മെന്റ്സിന്റെ വലിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത്. നമുക്കറിയാം, കേട്ടിട്ടുണ്ട് അല്ലെ. അതിന്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പിന് ബ്രിട്ടീഷ് വലിയ നികുതി ചുമത്തി. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ജനങ്ങൾക്ക് ഒരു അനിവാര്യ വസ്തുവാണ് ഉപ്പ് അല്ലെ. അപ്പൊ അതിൽ വളരെ ഒരു നികുതി ചുമത്തുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സത്യാഗ്രഹത്തിലേക്കുള്ള കാരണമായത്. അങ്ങനെ അദ്ദേഹം ഗാന്ധിജി ആ ഒരു 240 മൈലോളം ഉള്ള നടന്ന് ദണ്ഡിയിലെത്തി അത് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. 240 മൈൽ അദ്ദേഹം നടന്ന് ദണ്ഡിയിലെത്തുകയും അവിടുന്ന് കടൽ വെള്ളത്തിൽ അദ്ദേഹം ഉപ്പുണ്ടാക്കാൻ ചെയ്തത്. അപ്പോൾ അതൊരു മഹത്തായ ഒരു എന്താ പറയാ പ്രതിരോധ പ്രവൃത്തിയായിരുന്നു. കാരണം വലിയൊരു പ്രതിരോധമായിരുന്നു അത് ലോകം അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടത്. നമ്മൾ യാതൊരു വയലൻസും ഇല്ലാതെ ദണ്ഡി യാത്ര നടത്തി അവിടെ ചെന്ന് 240ഓളം മൈൽ നമ്മൾ അവിടെ നടന്ന് ചെന്ന് അങ്ങനെയാണ് ഉപ്പുണ്ടാക്കി അതൊന്ന് നമ്മൾ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. അതൊരു മഹത്തായ പ്രതിരോധമാണ് എന്നുള്ളത് ലോകം മൊത്തം അത് അംഗീകരിച്ച ആ ഒരു മഹത്തായ പ്രതിരോധത്തിനെ കണ്ടു. അപ്പൊ ഈ ഒരു മഹത്തായ ഒരു സമരത്തിന്റെ പ്രത്യേകതകൾ എന്തെന്ന് പറഞ്ഞാൽ നിയമലംഘനം ഉണ്ടാവുകയാണ്, അതുപോലെ നികുതി നമ്മൾ അടയ്ക്കാതിരിക്കുകയാണ്, കൂടാതെ ബ്രിട്ടീഷ് ക്ലോത്ത്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു, മദ്യം വിൽക്കുന്ന കടകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ പിക്കറ്റിംഗ് ചെയ്തു. അതിൽ തന്നെ സ്ത്രീകളുടെ ഭയങ്കര പങ്കാളിത്തം ഉണ്ടായി. ഈ ദണ്ഡി യാത്രയിലൊക്കെ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിലൊക്കെ സ്ത്രീകളുടെ വലിയ പിന്തുണ ഉണ്ടായി. അതിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ സമരം നമ്മൾ എല്ലായിടത്തും ദേശവ്യാപകമാവാനും ഗാന്ധിയുടെ ഒരു അർവിൻ പാക്ക്
ഒരു ഒപ്പുവെച്ച് ഇന്ത്യൻ നേതാക്കള് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുക വരെ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ആലോചിക്കുക, വലിയൊരു സമരമായിരുന്നു, ചരിത്രത്തിലെ വലിയൊരു സമരമായിരുന്നു നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം. അതിലെ കാരണം ഇതാണ്, ഉപ്പിന് വളരെ വലിയ നികുതി ചുമത്തി ബ്രിട്ടീഷുകാര്. നികുതി നമുക്ക് ഉപ്പ് എന്ന് പറയുന്നത് അനിവാര്യമായിട്ടൊരു ഘടകമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ സമാധാനപരമായ രീതിയിൽ ഗാന്ധിജി 240ഓളം മൈല് നടന്ന് ദണ്ഡിയിലെത്തുകയും അവിടെ നിന്ന് ഉപ്പ് വെള്ളത്തിൽ നിന്ന്, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അതൊരു വലിയൊരു, അത് ലോകം കണ്ട ഒരു വലിയ പ്രതിരോധ പ്രവൃത്തിയായിരുന്നു. അതിൽ നിയമലംഘനങ്ങൾ നടത്തുക, സമരത്തിന്റെ പ്രത്യേകത നിയമം ലംഘിക്കുക, അതുപോലെ തന്നെ ബഹിഷ്കരിക്കുക. അതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വലിയൊരു കൂട്ടായ്മ അതിൽ കാണാൻ പറ്റി. അതിന്റെ ഭാഗമായിട്ട് തന്നെ സമരം എല്ലായിടത്തും ദേശവ്യാപകമാവാനും അതിൽ തന്നെ ഗാന്ധി വിൻ പാക്ട് ഒപ്പുവെക്കുകയും ഇന്ത്യൻ ജനനേതാക്കളെല്ലാം കൂടി ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കുക. ഇനി അതിൽ തന്നെ നമുക്ക് മറ്റൊന്ന് നോക്കേണ്ടത്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നമ്മൾ പറയുന്നുണ്ട് ലാസ്റ്റ്. അപ്പൊ അതിൽ ഇത് നമ്മൾ എന്തൊക്കെയാണ് ഓവറോൾ ഒരു ഇമ്പാക്ട്, ഗാന്ധിയൻ മൂവ്മെന്റ്സിന്റെ ഓവറോൾ ഒരു ഇമ്പാക്ട് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൽ ഗാന്ധി ഫ്രീഡം സ്ട്രഗിൾസിന് നടന്ന ഒരു മാസ് മൂവ്മെന്റ് ആക്കി. അതായത് ഓരോ സാധാരണക്കാരനും രാഷ്ട്രീയത്തിലെ പങ്കാളികളായി. കർഷകരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ അതിൽ പങ്കാളിയായി. അതുപോലെ നമ്മൾ നോൺ വയലൻസ്, അഹിംസ ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷ് റൂൾസ് മോറൽ ഒരു ആയിട്ട് ചാലഞ്ചുകൾ ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓവറോൾ ഒരു ഇമ്പാക്ട് എന്തൊക്കെയായിരുന്നു, അതിന്റെ ഇമ്പാക്ട്, ഗാന്ധിയൻ മൂവ്മെന്റ്സിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതായത് സ്വാതന്ത്ര്യ സമരം ഒരു വലിയ ജനസമരമായി മാറുകയാണ് ചെയ്തത്. അതിൽ തന്നെ കർഷകരും തൊഴിലാളികളും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരു പൊളിറ്റിക്കൽ ആക്റ്റീവായി രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ അഹിംസ ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷ് റൂൾസിനെയൊക്കെ നമ്മൾ വെല്ലുവിളിച്ചത്. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മോറൽ ഒരു കാര്യങ്ങൾ, അതിലെ അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത് ഒരു ഗാന്ധി നൽകിയതും ഒക്കെ അതിലൊരു ഓവറോൾ ഇമ്പാക്റ്റ് ആണ്. നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഒരു ഓവറോൾ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈ ഒരു പോയിന്റ്സുകളൊക്കെ ഒന്നുകൂടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ പറഞ്ഞത് യൂണിറ്റ് 2 ആയിരുന്നു. ആ യൂണിറ്റ് 2 കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പത്തിൽ പറയാം കേട്ടോ. ശ്രദ്ധിക്കുക, ഗാന്ധിയിലെ നേതൃത്വം, അദ്ദേഹം ഒരു ലീഡർ ആയിട്ട് വന്നതിന്റെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലാദ്യം ആലോചിക്കുക, ഗാന്ധിജിയിലെ ഒരു ഇന്ത്യയില് എങ്ങനെയാണ് ആ പ്രസ്ഥാനങ്ങളുടെ തുടക്കം എന്നുള്ളത് ആലോചിക്കുക. സ്വാതന്ത്ര്യ സമര അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും അതിൽ അദ്ദേഹം എന്താണ് പുതിയ സമര രീതിയൊക്കെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തു. ആ ഒരു പ്രത്യേകത, അതൊരു നേതൃത്വത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അഹിംസ, സത്യാഗ്രഹം, അതുപോലെ തന്നെ മധ്യസ്ഥതയും സംഭാഷണങ്ങളൊക്കെ നടത്തി. അതുപോലെ തന്നെ മാസ് മൊബിലൈസേഷൻ, വലിയ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എല്ലാം മൊബിലൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ മോറലായിട്ടുള്ള ഒരു ട്രൂത്ത് കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്തത്. അതുപോലെ മറ്റൊരു വലിയ ഘടകമാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917. അതും ചമ്പാരൻ എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നീട് അഹമ്മദാബാദ് മിൽ സമരം, അത് മറ്റൊരു മൂവ്മെന്റ് ആയിരുന്നു. പിന്നുള്ളത് ഖേദ സത്യാഗ്രഹം, മറ്റൊന്ന് ഖേദ സത്യാഗ്രഹം, അത് ആലോചിക്കുക. ഓക്കെ, പിന്നെയുള്ളത് അതില് ഗാന്ധിയൻ നേതൃത്വത്തിന്റെ ലീഡർഷിപ്പിന്റെ സവിശേഷതകളാണ്. അദ്ദേഹം എന്താണ് സംഭാഷണങ്ങളിലൂടെയും മധ്യസ്ഥതയുടെയൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത്. അതുപോലെ തന്നെ അഹിംസ മൂവ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അഹിംസയായിരുന്നു ഫോക്കസ് ചെയ്തത്. സാധാരണക്കാര ജനങ്ങളെയാണ് കൂടുതൽ പൊളിറ്റിക്കലേക്ക് ആക്റ്റീവ് ആക്കി. അതുപോലെ തന്നെ സത്യാഗ്രഹമാണ് ഒരു മോറൽ റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർ എന്നുള്ളതിന്റെ ഒരു സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി സത്യാഗ്രഹത്തിന് കുറെ കാര്യങ്ങൾ, സത്യാഗ്രഹത്തിൽ എന്തൊക്കെയാണ്, സത്യാഗ്രഹത്തിന്റെ രീതികൾ എങ്ങനെയായിരുന്നു, പ്രക്ഷോഭത്തിന്റെ പ്രധാന രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. സമാധാനപരമായ മാർച്ചുകൾ ബഹിഷ്കരിക്കുക, അതുപോലെ തന്നെ നികുതി അടയ്ക്കാതിരിക്കുക, ബ്രിട്ടീഷ് ഗുഡ്സ് എല്ലാം നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തിരുന്നത് സത്യാഗ്രഹത്തില്. പിന്നെ റൗലറ്റ് സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞു, ഖിലാഫത്ത് പ്രസ്ഥാനം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊന്നാണ് അസഹകരണ സമരം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നുള്ളതെല്ലാം നമ്മളിവിടെ പറഞ്ഞു. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് ചൗരി ചൗറ സംഭവം, അതുകൂടി നിങ്ങൾ ഓർക്കുക.
പിന്നെ സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റിൽ വരുന്നതാണ് ചരിത്രത്തിലെ വലിയ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിലെ വലിയൊരു ചരിത്രത്തിൽ തന്നെ വലിയ സമരം എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു. അത് മനസ്സിലാലോചിക്കുക കേട്ടോ. അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ എല്ലാ മൂവ്മെന്റ്സിലും നമ്മൾ പറഞ്ഞു, എല്ലാ സത്യാഗ്രഹങ്ങളും സമരങ്ങളും പറഞ്ഞു. അതിന്റെ ആദ്യം നിങ്ങൾ ആലോചിക്കുക, എളുപ്പത്തിൽ ആലോചിക്കാൻ നിങ്ങൾക്ക് എളുപ്പം കാരണം എന്താണ്, അതിലെന്താണ് ഗാന്ധിജി ചെയ്തത്, അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു, ആയിട്ട് എന്താണ് അതിന്റെ ഫലം എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആലോചിക്കുക. പിന്നുള്ളത് നമ്മുടെ എന്ത് ഇമ്പാക്റ്റ് ആണ്, അതായത് നമ്മുടെ ഗാന്ധിജിയുടെ ആ ഒരു ഓവറോൾ ഇമ്പാക്ട്, ഗാന്ധിയൻ മൂവ്മെന്റ്സിലുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത്, അത് നമ്മൾ ഫ്രീഡം സ്ട്രഗിൾസിനൊക്കെ വേണ്ടിയിട്ട് മാസ് മൂവ്മെന്റ്സ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഓരോ സാധാരണക്കാരെയും പൊളിറ്റിക്കലി ആക്റ്റീവ് ആക്കുകയൊക്കെ ചെയ്തു. നോൺ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്രിട്ടീഷ് റൂൾസിനെതിരെ നമ്മൾ ഒരു ചാലഞ്ചായി എടുത്തത്. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഓവറോൾ ഒരു ഇമ്പാക്റ്റ് ആണ്, ഗാന്ധിയൻ മൂവ്മെന്റ്സിന്റെ ഇമ്പാക്ട്സ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ആ പോയിന്റ്സ്, ഞാൻ ഓരോ പോയിന്റ്സും പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുക. ആ ഓരോ സമരങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഡേറ്റും നിങ്ങൾ കൃത്യമായി ആലോചിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മയിൽ നിൽക്കാനും അതിനെപ്പറ്റി പിന്നീട് നിങ്ങൾക്ക് അതിന്റെ ആ പോയിന്റ്സ് നോക്കിയാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഒരിക്കലും വർഷമോ ആ ഒരു പേരോ നിങ്ങൾ തെറ്റിച്ച് എഴുതുകയേ ചെയ്യരുത്. ഓക്കെ, അതും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ മലയാളം വിശദീകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ നമ്മളെ അറിയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ അടുത്ത യൂണിറ്റുകളും അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസറുകളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, കൂടാതെ നമുക്ക് നിങ്ങളുടെ പുതിയ വീഡിയോസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷനിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.